നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 15-ാം തീയതി നടന്ന ലാബ് അസിസ്റ്റൻ്റ് ക്വസ്റ്റ്യൻസിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ ഈ വരാൻ പോകുന്നത്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്നവർ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇവിടെ നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്, വിശകലനം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കുക, 6ാമത്തെ ക്വസ്റ്റ്യൻ. ചൂസ് ദ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ആർട്ടിക്കിൾ എന്ന് പറയുന്ന ഭാഗവുമായിട്ടുള്ള ചോദ്യമാണ് ഈ 6ാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ നോക്കുക, എസ്റ്റർഡേ ഡാഷ് യൂറോപ്യൻ കാൾഡ് അറ്റ് മൈ ഓഫീസ്. അപ്പൊ ഇവിടെ ആർട്ടിക്കിൾ ഒന്നും വേണ്ടായോ, അല്ലെങ്കിൽ ആനാണോ, അല്ലെങ്കിൽ ദി ആണോ, അല്ലെങ്കിൽ എ ആണോ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ആനും എയും എന്തിനെ ആശ്രയിച്ചാണ് നമ്മൾ എഴുതുന്നത്? തന്നിരിക്കുന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരത്തെ നോക്കിയോ, അല്ലെങ്കിൽ ഒരു വാക്കിന്റെ ആദ്യം വരുന്ന ഉച്ചാരണത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഉദാഹരണത്തിന് നമുക്ക് തന്നിരിക്കുന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം കൺസോണന്റ് ആണെങ്കിൽ നമ്മളിവിടെ എ ഉപയോഗിക്കണം. വവലാണെങ്കിലോ, വവൽസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും? എ, ഇ, ഐ, ഒ, യു. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ നമ്മൾ ആനും ഉപയോഗിക്കണം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന യൂറോപ്യൻ, ഈ യൂറോപ്യന്റെ ആദ്യത്തെ അക്ഷരം എന്താണ്? ഇ ആണ്. അതെന്തിൽ പെടുന്നതാണ്? വവൽസിൽ പെടുന്നതാണ്. അതുകൊണ്ട് ഇവിടെ ആന് ആയിട്ട് നമ്മൾ ആൻസർ എഴുതാൻ ചാൻസ് ഉണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യൂറോപ്യൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഉച്ചാരണം എന്ന് പറയുന്നത് ഇങ്ങനെ യു എന്നാണ്. ഇങ്ങനെയാണ് യു. മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ യു, അതായത് യായിലാണ് തുടങ്ങിയിരിക്കുന്നത്. യൂറോപ്യൻ. യൂറോപ്യൻ എന്നല്ല. യൂറോപ്യൻ എന്നായിരുന്നെങ്കിൽ അവിടെ ഊ ആണ് ഉച്ചാരണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ ആൻ എഴുതാം. ഇവിടെ അങ്ങനെ ഉച്ചരിച്ചിരിക്കുന്നത് യൂറോപ്യൻ, യായിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ യാ എന്ന് പറയുന്നത് ഏത് ശബ്ദമാണ്? കൺസണന്റ് ശബ്ദമാണ്. അപ്പൊ ഇവിടെ ഉച്ചാരണം നോക്കിയാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ ഉച്ചാരണം നോക്കി യാ എന്നുള്ള ഉച്ചാരണം വന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ആൻസർ ആയിട്ട് എന്താണ് വരുന്നത്? എ ആണ് വരുന്നത്. അപ്പൊ ഇവിടുത്തെ ആൻസർ എ ആണ്. എസ്റ്റർഡേ എ യൂറോപ്യൻ കാൾഡ് അറ്റ് മൈ ഓഫീസ് എന്നുള്ളതാണ് ആൻസർ. ഇനി നോക്കി, ആഡ് എ ക്വസ്റ്റ്യൻ ടാഗ്. ഇത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. ടു ദ ഫോളോയിങ്, യു ആർ ഗോയിങ് ഹോം നൗ. അപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? തന്നിരിക്കുന്ന സെന്റൻസിന്റെ സഹായക്രിയ ആദ്യം എടുത്ത് എഴുതണം. ഇവിടെ നോക്കുമ്പോൾ ഇവിടുത്തെ സഹായക്രിയ എന്ന് പറയുന്നത് ഏതാണ്? ആറാണ്. അതുകൊണ്ട് നമുക്ക് ആർ എഴുതാം. ഇനി എന്താ മനസ്സിലാക്കേണ്ടത്? തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണോ, നെഗറ്റീവ് ആണോ? അതായത് നോട്ടോ, നോയോ അങ്ങനെയുള്ള നെഗറ്റീവ് വേർഡ്സ്, സ്കേഴ്സ്ലി, റെയർലി, സെൽഡം ഒക്കെ പോലെയുള്ള നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണ്ട? ഈ ആറിന്റെ കൂടെ ഒന്നും നമ്മൾ ചേർക്കണ്ട. എന്നിട്ട് ഇവിടെ തന്നിരിക്കുന്ന സബ്ജക്റ്റിന്റെ പ്രൊനൗൺ ഓഫ് ദ സബ്ജക്റ്റ് എടുത്തെഴുതുക. എന്നാൽ ഇവിടെ പോസിറ്റീവ് മീനിങ് ആണെങ്കിൽ, അല്ലേ, ഇങ്ങനെ പോസിറ്റീവ് മീനിങ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ നോട്ടിന്റെ ചെറിയ രൂപമായി ഇൻറ്റ് ചേർക്കണം. അപ്പൊ ആറിൻ തന്നെ വരും, അല്ലേ? ഇത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നോട്ടിന്റെ ചെറിയ രൂപമായി ഇൻറ്റ് നമ്മൾ ചേർക്കണം. അതിനുശേഷം തന്നിരിക്കുന്ന സബ്ജക്റ്റ് നോക്കുക, അതിന്റെ പ്രൊനൗൺ ഓഫ് ദ സബ്ജക്റ്റ് എഴുതുക, പ്രൊനൗൺ എഴുതുക. എന്നാൽ ഇവിടെ സബ്ജക്റ്റ് ഏത് രൂപത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്? പ്രൊനൗൺ രൂപത്തിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് യു എടുത്ത് നമുക്ക് എഴുതാം. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇവിടുത്തെ ആൻസർ എന്തായിരിക്കും? ആറിൻ യു എന്നുള്ളതാണ്. അങ്ങനെ ആറിൻ യു എന്ന് പറയുന്ന ഓപ്ഷൻ ഇതാണ്, സി ആണ് ഓപ്ഷൻ. അപ്പൊ ഇവിടുത്തെ ആൻസർ ആണ് സി. ഈ ആറിൻ യു എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത് നോക്കിയാൽ, പിക്ക് ഔട്ട് ദ സ്യൂട്ടബിൾ കളക്റ്റീവ് നൗൺ. അപ്പൊ കളക്റ്റീവ് നൗണുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നോക്കുക, ഇവിടെ ഡാഷ് ഓഫ് മ്യൂസീഷ്യൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്.
ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്രൗഡ് എന്ന് കൊടുത്തിട്ടുണ്ട്, ഷോൾ എന്ന് കൊടുത്തിട്ടുണ്ട്, ക്രൂ എന്ന് കൊടുത്തിട്ടുണ്ട്, ബാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആൻസറായി എന്താണ് വരിക? ബാൻഡ് എന്നാണ് പറയുന്നത്. അത് മ്യൂസീഷ്യൻസിനെ സൂചിപ്പിക്കുമ്പോൾ അവിടെ ഒരു കളക്റ്റീവ് നൗൺ എഴുതണമെങ്കിൽ അവിടെ നമ്മൾ എന്തായിരിക്കണം എഴുതുന്നത്? ബാൻഡ് എന്നായിരിക്കണം എഴുതേണ്ടത്. അപ്പം എ ബാൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. ഞാൻ നോക്കിയോ, ചൂസ് ദ കറക്റ്റ് വൺ ഫ്രം ദ ഓപ്ഷൻസ്. ഇപ്പൊ നോക്കാം, ലോട്ട്സ് ഓഫ് ഷുഗർ ഡാഷ് പുട്ട് ഇൻ ടു ദ ടീ. ഇവിടെ ആർ എഴുതുമോ, വേർ എഴുതുമോ, ഹാവ് എഴുതുമോ, വാസ് എഴുതുമോ? അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം ഈ ലോട്ട് ഓഫ് അല്ലെങ്കിൽ ലോട്ട്സ് ഓഫ്, അതിനുശേഷം ഒരു എന്താ കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ, എന്ന് വെച്ചാൽ കൗണ്ടബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എണ്ണാൻ പറ്റുന്ന അങ്ങനെയുള്ളതാണെങ്കിൽ നമ്മളിവിടെ പ്ലൂറലാണ് എഴുതേണ്ടത്. എന്നാൽ അൺകൗണ്ടബിൾ ആണെങ്കിൽ, ഇപ്പൊ ഷുഗർ എന്ന് പറയുന്നത് എന്തല്ല, കൗണ്ടബിൾ അല്ല, അത് അൺകൗണ്ടബിൾ ആണ്. എന്നുവെച്ചാൽ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തതാണ്. അത് നമ്മൾ അളന്നതാണ് നോക്കുന്നത്. ഷുഗർ ഇപ്പോൾ ഒരു കടയിൽ ചെന്ന് നമ്മൾ പഞ്ചസാര വാങ്ങിക്കുന്നത് എങ്ങനെയാണ്? 2 പഞ്ചസാര എനിക്ക് വേണമെന്നാണ് പറയുന്നത്. അല്ല, 2 കിലോ അല്ല, കിലോ ബേസിലാണ്, അല്ലെങ്കിൽ അളവിന്റെ ഗ്രാം 250 ഗ്രാം എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അളവിന്റെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഷുഗറിനെ കുറിച്ച് പറയുക. കാരണം എന്താ, അത് ക്വാണ്ടിറ്റിയെ സൂചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അളവിനെ സൂചിപ്പിക്കുന്നത്. എന്നാൽ എണ്ണത്തെ സൂചിപ്പിക്കുമ്പോൾ നമുക്ക് എണ്ണി പറയാം. പെൻസിലൊക്കെ നമ്മൾ എത്ര എണ്ണം വെച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എണ്ണത്തെ സൂചിപ്പിക്കുന്നത് നമ്മൾ കൗണ്ടബിൾ എന്നും, അളവിനെ സൂചിപ്പിക്കാൻ എണ്ണാൻ പറ്റാത്ത നമ്മൾ അൺകൗണ്ടബിൾ എന്നും പറയും. അങ്ങനെ അൺകൗണ്ടബിൾ വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും സിംഗുലർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നോക്കുക, ഇവിടെ ലോട്ട്സ് ഓഫ് ഷുഗർ. അപ്പോൾ ഈ ഷുഗർ എന്താണ്, അൺകൗണ്ടബിൾ ആണ്. അതുകൊണ്ട് ഇവിടെ സിംഗുലർ ആയിട്ടുള്ളത് ഏതാണെന്ന് നോക്കണം. ഇവിടെ നോക്കുമ്പോൾ ആറ് പ്ലൂറലാണ്, വേറും പ്ലൂറലാണ്, ഹാവും പ്ലൂറലാണ്. സിംഗുലർ ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്? വാസ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? വാസ് ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ ലോട്ട്സ് ഓഫ് ഷുഗർ വാസ് പുട്ട് ഇൻ ടു ദ ടീ എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസറായി വരിക. ഇനി നോക്കുക, ചേഞ്ച് ദ വോയിസ് എന്ന് വെച്ചാൽ വോയിസ് ചേഞ്ച് ചെയ്യുക. ദ ബുക്ക് വാസ് ബ്രോട്ട് ബൈ ഹിം. ഇതാണ് ക്വസ്റ്റ്യൻ. ദ ബുക്ക് വാസ് ബ്രോട്ട് ബൈ ഹിം. ഇത് ഏത് വോയിസ് ആണ് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ ഒറ്റ വഴിയേ ഉള്ളൂ. ബി ഫോംസ് പ്ലസ് V3 എന്നാണോ എന്ന് നോക്കാം. അതിന്റെ വെർബ് ഫോം. ഒരു സെന്റൻസ് തന്നയക്കാൻ ബിയുടെ രൂപങ്ങളും അതിന്റെ കൂടെ V3 എന്നുള്ള രീതിയിൽ വെർബ് ഫോം വരികയാണെങ്കിൽ അവിടുത്തെ വെർബിന്റെ രൂപം, അവിടുത്തെ ക്രിയയുടെ രൂപം ബി ഫോമുകളോ പ്ലസ് V3 അല്ല, ബി ഫോംസ് പ്ലസ് V3, ബിയുടെ ഫോമുകളും പിന്നെ അതിന്റെ കൂടെ V3 വന്നു കഴിഞ്ഞാൽ അത് പാസീവ് വോയിസ് ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിലോ അത് ആക്റ്റീവ് വോയിസ് ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കി, ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇവിടെ ബി ഫോംസ് വന്നിട്ടുണ്ട്. ഏതാ? വാസ്. വാസ്. ബിയുടെ രൂപങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരാം? ഈസ് വരാം, ആം വരാം, ആർ വരാം, വാസ് വരാം, വേർ വരാം, ഹാസ് ബീൻ വരാം, ഹാവ് ബീൻ വരാം, ബീയിങ് വരാം, ഹാഡ് ബീൻ വരാം. അല്ലെ, ഇതൊക്കെയാണ് ബിയുടെ രൂപങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ബിയുടെ രൂപങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക. അപ്പം ഉണ്ട് ഇവിടെ വാസ്. വാസ് ബിയുടെ രൂപമാണ്. പിന്നെ അതിനുശേഷം വന്നിരിക്കുന്നത് എന്തുവാ? V3 ഫോമാണ്. ഏതാണ്? V3 ഫോം. അപ്പൊ അങ്ങനെ വന്ന സ്ഥിതിക്ക് ഈ തന്നിരിക്കുന്ന ഏത് വോയിസ് ആണ്? പാസീവ് വോയിസ് ആണ്. ഇവിടെ ചേഞ്ച് ദ വോയിസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ത്? ഈ തന്നിരിക്കുന്ന ഏത് വോയിസ് ആണെന്ന് കണ്ടെത്തുക. എന്നിട്ട് അത് ഏത് വോയിസ് ആണെങ്കിൽ അതിന് എതിർ വോയിസിലേക്ക് മാറ്റുക. അപ്പൊ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇത് പാസീവ് വോയിസ് ആണ് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി അതിനെ എന്താക്കാൻ മതി? ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റിയാൽ മതി. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ആക്റ്റീവ് വോയിസിലുള്ള ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കാം, ഹി ബ്രിങ്സ് ദ ബുക്കും ആക്റ്റീവ് വോയിസ് ആണ്. ഹി ബ്രോട്ട് ദ ബുക്കും ആക്റ്റീവ് വോയിസ് ആണ്. ഹി വാസ് ബ്രോട്ട് ദ ബുക്ക് പാസീവ് വോയിസ് ആണ്. അല്ലെ, ഇത് വാസ് V3 എന്നാണ്. അപ്പൊ ഇതും പാസീവ് വോയിസ് ആണ്. അപ്പൊ നമുക്ക് ഇത് നൺ ഓഫ് ദീസ്. അപ്പൊ ഇവിടെ ആക്റ്റീവ് വോയിസിൽ വന്നിരിക്കുന്ന ഇത് രണ്ടും മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതെന്തിനെ ആശ്രയിച്ചാ? ഇവിടെ തന്നിരിക്കുന്ന സഹായക്രിയ അനുസരിച്ച്. ഇവിടുത്തെ സഹായക്രിയ എന്ന് പറയുന്നത് വാസ് ആണ്. ഈ വാസ് എന്ന് പറയുന്നത് ഏത് ടെൻസ് ആണ്? സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പം ഒരു വോയിസ് സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ അതിനെ മാറ്റുമ്പോഴും അത് ഏത് ടെൻസ് തന്നെ ആയിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ഫോമിൽ തന്നെ ആയിരിക്കണം. അപ്പൊ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ഫോമുള്ള ഏതാണെന്ന് നോക്കാം. നമുക്ക് അതിനെ മാത്രം പരിഗണിച്ചാൽ മതി. കാരണം എന്താ? ഇത് പാസീവ് വോയിസ് ആണ്. അപ്പൊ അതിനെ നോക്കണ്ട. ഇത് നൺ ഓഫ് വോയിസ് ആണ്. അവിടെ നമ്മൾ നോക്കണ്ട. ഇവിടെ തന്നിരിക്കുന്നത് ഈ പറയുന്ന രണ്ട് ആക്റ്റീവ് വോയിസ് ആണ്. ഇനി ഇതിൽ ഏതാണ് സിമ്പിൾ പാസ്റ്റിൽ വന്നിരിക്കുന്നതെന്ന് നോക്കിയാൽ മതി. കാരണം എന്താ? ഇവിടെ തന്നിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റിലുള്ള ഏതാണെന്ന് നോക്കുക. ഇവിടെ നോക്കി, ഹി ബ്രിങ്സ് എന്ന് പറയുമ്പോൾ എന്തുവാ? ബ്രിങ്ങിന്റെ കൂടെ ഡസ് ചേർന്നു. ഡസ് എന്ന് പറയുന്നത് ഇതിനെ സൂചിപ്പിക്കുന്നത് സിമ്പിൾ പ്രസന്റിനെ സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ആൻസർ അല്ല. ഇനി ഇവിടെ നോക്കുക, ഹി ബ്രോട്ട്. ബ്രോട്ട് എന്ന് പറയുമ്പോൾ എന്താ? ബ്രിങ്ങിന്റെ കൂടെ ഡിഡ് ചേർന്നതാണ്. എന്ത് ചേർന്നതാണ്? ബ്രിങ്ങിന്റെ കൂടെ ഡിഡ്. ഡിഡ് എന്ന് പറയുന്നത് ഏത് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്? സിമ്പിൾ പാസ്റ്റിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ബ്രോട്ട് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പം ഈ പാസീവ് വോയിസ് സിമ്പിൾ പാസ്റ്റ് ആയതുകൊണ്ട് അതിന്റെ ആക്റ്റീവ് വോയിസ് എന്ത് തന്നെ ആയിരിക്കണം? സിമ്പിൾ പാസ്റ്റ് ആയിരിക്കണം. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്
ഹി ബ്രോട്ട് ദ ബുക്ക് എന്നുള്ളതാണ് ഇവിടുത്തെ ആൻസർ. കാരണം ഹി ബ്രോട്ട് ദ ബുക്ക്. ഹി ബ്രോട്ട് ദ ബുക്ക് എന്നുള്ളതിന്റെ ആക്റ്റീവ് പാസീവ് വോയിസ് ആണെന്ത്? ദ ബുക്ക് വാസ് ബ്രോട്ട് ബൈ ഹിം. അപ്പം ഈ രണ്ടാമത്തെ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പം ആദ്യമായി കാണുന്നവർ പുതിയ ക്ലാസ്സുകൾ നിങ്ങളുടെ ഇമെയിലേക്ക് ലഭിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമുക്കിനി മൂന്നാമത്തെ ഭാഗത്തിലേക്ക് പോകാം. അവിടേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ക്ലാസ് ഞാൻ നിർത്തുന്നു.